ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായിരുന്നു. ഇവൻ വെടിയേറ്റ് മരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു അഭിമാനമല്ലായിരുന്നു. വളി വിടുന്നൊരു മോനും വളിക്ക് വിളിയേക്കുന്നൊരു തള്ളയും. UDF-ലേക്ക് ഒരു കണ്ണെറിയാനാണ് ഗണേഷ് കുമാറിന്റെ ഭാവമെങ്കിൽ അതിന് ഏതെങ്കിലും നേതാവ് കാതോ കണ്ണോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കില്ല എന്ന് ആർജവത്തോടെ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഷാഫി, എന്റെ സഹോദര, എന്റെ അനിയനെ പോലെയുള്ളൂ. LDF-നെ വഞ്ചിച്ച് UDF-നോട് വരും എന്ന് കരുതുകയേ വേണ്ട. അങ്ങനെ പേടി വേണ്ട. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 കിട്ടണം. അയാളെ UDF-ലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും അയാൾ ഇനി അടുപ്പിക്കരുത്. ഇനി കുടുംബത്തിൽ നീ കാലൂത്തി പോകരുത്. എന്റെ കല്യാണം കൂടാനെങ്ങാനും വന്നാൽ നിന്റെ കാല് തല്ലുപിടിച്ച് മട്ടൻ ബിരിയാണി വെക്കും. രാഷ്ട്രീയം ഇനി മതിയാക്കി വീട്ടിയിരിക്കേണ്ടി വന്നാലും അഴിമതിക്കെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ പുറത്താക്കിയ UDF-ൽ നിന്ന് എനിക്ക് അഭയം തന്ന LDF-നെ വഞ്ചിക്കുന്ന പ്രശ്നം മരിച്ചാലും ഇല്ല എന്നല്ല. ഏതായാലും ചന്തു എന്നോട് പൊട്ടിക്കഴിഞ്ഞു. ഇനി അത് പറിച്ചു മാറ്റിയാലും പോകും തോന്നില്ല. LDF-ൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണം. അയാൾ MLA സ്ഥാനത്ത് പോലും തുടരാൻ അർഹനല്ല. ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിൽക്കോട്ട് കയറ്റൂല. ഗണേഷ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാ ഇല്ലാത്തൊരു ചോദ്യത്തിന് ഉത്തരം? അദ്ദേഹം വരണമെന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആളല്ല. എന്നെ കഴുത്തിനെ വരെ പിടിച്ച് ഞെക്കി. എന്താണ് അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജയിലിലായിരുന്നു. ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. ഇടയ്ക്കിടയ്ക്ക് പണം മേടിച്ച് പറയുന്ന ആളുകളുടെ പേരുകൾ എഴുതി ചേർത്താണ് ഈ കത്ത് തയ്യാറാക്കിയത് എന്നാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. എഴുത് കത്തുകളുടെ രൂപത്തിലൊരു പ്രേമകഥ. ഈ കത്തുകൾ വായിച്ചാൽ ഇന്ത്യനെ മനസ്സിലാക്കണം, നീ മറ്റൊരു പെണ്ണുമായി ഒടുക്കത്തെ പ്രേമത്തിലാണെന്നു. ഗണേഷ് കുമാറിന്റെ PA ആണ് ആദ്യം ജയിലിൽ പോയി കത്ത് വായിക്കുന്നത്. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഞാൻ ഒരു കാപട്യത്തിന്റെ ആളല്ല. ഞാൻ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും വിശ്വാസത്തിന്റെയും രാഷ്ട്രീയം നടത്തിക്കൊണ്ടുപോകുന്നത്. സത്യമാണ് എന്റെ ദൈവം. എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. എന്താണ് നിന്റെ അപ്പന്റെ പേര്? ഹരിചന്ദ്രൻ അല്ല, ഗോവിന്ദൻ നായർ. പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ആകെ എന്നെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു, തട്ടുന്നു, വീഴുന്നു. ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. എനിക്ക് സ്വത്തൊന്നും തന്നിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്തായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന് വളർത്തുവാന് വേണ്ട ഏട്ടാ. അവൻ താമസിക്കുന്ന വീട് പോലും ഞാൻ വെച്ചു കൊടുത്തില്ല, സ്ഥലം പോലും വാങ്ങിച്ചു. ആന ഉടമ സംഘത്തിന്റെ പ്രസിഡന്റ് ആകാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ ആനയെ കൊടുത്തോണ്ടില്ല. ആനയെ അദ്ദേഹം വാങ്ങിച്ചാലല്ലോ. സാറിന്റെ അച്ഛന് വലിയ മനസ്സാ. ഉണ്ടാണ്. എടാ, എന്റെ അച്ഛനെ നിനക്ക് അറിയാത്തതുകൊണ്ടാ. സർക്കസിൽ ഒരു പണിക്കും പോകണ്ട ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന ആനയെ ആര് വാങ്ങാനാ? വാടക കിട്ടാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്, കാറുകൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ പലതും ഉണ്ടായിരിക്കും, ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. എന്നാലും ഞാൻ അവിടെ വന്ന് ദോഷം വിട്ട് വന്നിട്ടുണ്ട്, പാത്രം കഴിയിട്ടുണ്ട്. അപ്പനതൊക്കെ മറന്നാണ്, ഞാൻ മറക്കൂല. ഞാൻ പറഞ്ഞ മൊഴി ഇതാണ്. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം. എനിക്ക് അങ്ങനെ എഴുത്തുണ്ടാക്കണം, പേര് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഞാനിത് പറയൂ. എനിക്ക് അതിന് ആവശ്യമുണ്ടോ? ഉമ്മൻചാണ്ടിയായിട്ട് രാഷ്ട്രീയ വിരോധം കേരള കോൺഗ്രസ് ബിക്കുന്നുണ്ട്. ശ്രീ R. ബാലകൃഷ്ണപിള്ളയ്ക്കോ മകൻ ഗണേഷ് കുമാറിനോ ഉമ്മൻചാണ്ടിയുമായി വ്യക്തിപരവിരോധമില്ല. അന്ന് വീര ഞങ്ങളുടെ മുന്നണി വിട്ട് പോയപ്പോ താടി തോമസിനെയും തെയ്യനെയും അവിടുന്ന് ഇളക്കി ഞങ്ങളുടെ കൂടെ നിർത്തിയത് താനാ. അന്ന് താനാ കളി കളിച്ചില്ലായിരുന്നെങ്കിൽ വീണേനെ എല്ലാം കൂടി മൂക്കും കുത്തി. ഒരു മകൻ എന്ന നിലയിൽ പോലും പലപ്പോഴും ഒരു മകനോട് കാണിക്കുന്ന അച്ഛന്റെ വാത്സല്യം അല്ലെങ്കിൽ ഒരു കൊഞ്ചിക്കൽ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ. എന്റെ മകനെന്നുള്ളത് എനിക്കുള്ള പരിഗണനയൊക്കെ ഞാൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. മറ്റു പെൺപിള്ളേർക്കൊക്കെ കൊടുത്തവരൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അയ്യേ, എന്തൊരു വൃത്തിയായിട്ട് ലാംഗ്വേജ് അത്, കൺട്രിമേൻ. അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. എനിക്ക് ജാതി മതമൊന്നുമില്ല. ഞാൻ സത്യമാണ് എന്റെ ദൈവം. അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷേ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം
ഞാൻ പരോളിൽ ഇറങ്ങിയിട്ട് പോലും എന്നെ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ വാതിൽക്കൽ കൂടി 2-3 പ്രാവശ്യം കാറിൽ പോയാലും എന്നെ ഒന്ന് കാണാൻ തയ്യാറായിട്ടില്ല. കുഞ്ഞോൻ ഈ നാട്ടിൽ എത്തിയിട്ടുമില്ല, ടിപ്പർ വാസിനെ കണ്ടിട്ടുമില്ല, അപ്പനെ കിട്ടിയിട്ട് തിരിച്ചു കൊടുത്തിട്ടുമില്ല, അപ്പനെ ഇവിടെ വന്ന് മറഞ്ഞു നിന്ന് കണ്ടിട്ട് കുഞ്ഞുമോൻ തിരിച്ചു പോയിട്ടില്ല. ഇപ്പൊ വിശ്വാസമായല്ലോ. അച്ഛൻ കഴിഞ്ഞിട്ട് മതി മകൻ. അദ്ദേഹം പലപ്പോഴും പറയുന്നത് തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് പെരുന്തച്ഛൻ കോംപ്ലക്സ് ആയിരിക്കും.